മൈനത്തരുവി കൊലക്കേസ് 1967 ജൂൺ 2 റിലീസ് ചെയ്ത മൈനത്തരുവി കൊലക്കേസ് എന്ന സിനിമ നിർമ്മിച്ചത് എം കുഞ്ചാക്കോയാണ്. സംവിധായകനും കുഞ്ചാക്കോ തന്നെ. കഥ, തിരക്കഥ MC അപ്പൻ. മധ്യ തിരുവിതാംകൂറിലെ കോളിളക്കമുണ്ടാക്കിയ 1966 കൊലക്കേസായിരുന്നു ഈ സിനിമയ്ക്ക് അവലംബം. ഗാനരചന വയലാർ, സംഗീതം ദക്ഷിണാമൂർത്തി, പിന്നണി ഗായകർ P. സുശീല, യേശുദാസ്, കമുകറ പുരുഷോത്തമൻ. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ ഫാദർ ഫെഡറിക്, ഷീല മേരിക്കുട്ടി, കൊട്ടാരക്കര മാത്തുക്കുട്ടി സാർ, പങ്കജവല്ലി ത്രേസ്യാമ്മ, അടൂർ പങ്കജം ഒറോത, അടൂർ ഭാസി അന്തപ്പൻ, മണവാളൻ ജോസഫ്, ഡോക്ടർ SP പിള്ള, അപ്പിച്ചേട്ടൻ, N. ഗോവിന്ദൻകുട്ടി, പ്രാഞ്ചേട്ടൻ, ആലമ്മൂടൻ, റപ്പേൽ, നെല്ലിക്കോട് ഭാസ്കരൻ, ഫെർണാണ്ടസ്, കടുവാക്കുളം ഡോബി, ജിജോ പുന്നൂസ്, DV കുട്ടി, ഹരി, ആൻഡോ, സണ്ണി ചങ്ങനാശ്ശേരി DYSP. കഥ: പട്ടണത്തിലെ കുപ്രസിദ്ധയായ ലൈംഗിക തൊഴിലാളിയാണ് മറിയക്കുട്ടി. ദല്ലാളാണ് അന്തപ്പൻ. യുവതിയൊന്നുമല്ല, മധ്യവയസ്കയാണ് അവൾ. സമ്പന്നനും തോട്ട ഉടമയുമായ മാത്തുക്കുട്ടി സാറിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ദല്ലാൾ അന്തപ്പനാണ്. സൗന്ദര്യത്തിലും മാതകത്വത്തിലും മറിയക്കുട്ടിയുടെ സ്ഥിരം ആളായി മാറി മാത്തുക്കുട്ടി സാർ. അയാൾ അവൾക്ക് ഏറെ പണം നൽകാനും തുടങ്ങി. മറിയക്കുട്ടിയുടെ ഈ കുത്തഴിഞ്ഞ ജീവിതം ഉപദേശിച്ച് നേരെയാക്കാൻ ഫാദർ ഫെഡറിക് ശ്രമിച്ചു. എന്നാൽ ഇത് ഫാദറിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകാൻ കാരണമായി. മാത്തുക്കുട്ടിയിൽ നിന്നും ഗർഭം ധരിച്ച മറിയക്കുട്ടി ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അതോടെ അയാൾ അവളിൽ നിന്നും അകലാൻ തുടങ്ങി. മറിയക്കുട്ടി പണത്തിനായി മാത്തുക്കുട്ടിയെ അലട്ടാനും തുടങ്ങി. എന്നു മാത്രമല്ല, സ്വത്തിൻ്റെ അവകാശം കൂടി താൻ പ്രസവിച്ച കുട്ടിക്ക് കൊടുക്കണം എന്നായി അവൾ. അപമാന ഭീതിയിലായ മാത്തുക്കുട്ടി പരിഹാരമായി അവളെ കൊന്നുകളയാൻ തന്നെ തീരുമാനിച്ചു. ഒത്തുതീർപ്പിനെന്ന വണ്ണം ഒറ്റയ്ക്ക് വരാൻ മാത്തുക്കുട്ടി അവളോട് പറഞ്ഞു. ഫാദർ ഫെഡറിക്കിനെ കൂടി ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി അയാൾ ക്ഷണിച്ചിരുന്നു. ഒറ്റയ്ക്കെത്തിയ മറിയക്കുട്ടിയെ മാത്തുക്കുട്ടിയുടെ ആളുകൾ കൊന്ന് വഴിയിൽ തള്ളി. ഒത്തുതീർപ്പിനായി ഫാദറും എത്തിയിരുന്നു. എന്നാൽ മറിയക്കുട്ടിയെ കാണാതെ പുരോഹിതൻ മടങ്ങുമ്പോൾ വഴിയിൽ മരിച്ചു കിടക്കുന്ന മറിയക്കുട്ടിയെയാണ് അദ്ദേഹം കണ്ടത്. പരിഭ്രമത്തോടെ ഫാദർ പള്ളിയിലേക്ക് പോയി. മരണം കേസായി. പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനായി ഒരു DYSPയെ നിയോഗിച്ചു. പോലീസിന് കിട്ടിയ തെളിവുകൾ ഫാദർ ഫെഡറിക്കിന് എതിരായിരുന്നു. കൊലക്കുറ്റം ചുമത്തി പുരോഹിതനെ അറസ്റ്റ് ചെയ്തു. മറിയക്കുട്ടിയുമായി ഫാദർ പ്രണയത്തിലായിരുന്നെന്നും ഒരു രാത്രി വനത്തിൽ വച്ച് അവളെ കൊന്നെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. കേസ് കോടതിയിലെത്തി. വിചാരണ നടന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫാദറിനെ കോടതി മരിക്കും വരെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചു. ഫാദർ അചഞ്ചലമായ ദൈവവിശ്വാസത്തോടെ അടിപതറാതെ നിന്നു. മരണത്തെ മുഖാമുഖം കാണാൻ തയ്യാറായ അദ്ദേഹം മേൽക്കോടതിയെ സമീപിച്ചു. വീണ്ടും വാദിക്കപ്പെട്ടു. പ്രതി നിരപരാധിയാണെന്നും ആയതിനാൽ നിരുപാധികം മോചിപ്പിക്കുന്നു എന്നും കോടതി വിധി വന്നു. കുറ്റവിമുക്തനായ പുരോഹിതനെ ജനം പുഷ്പമാലയിട്ട് സ്വീകരിച്ചു.